ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിന്നുണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണിയാണ്. അതിന് ചെറിയൊരു റെസിപ്പി. നമ്മൾക്ക് ഈ ചിക്കൻ ബിരിയാണി ഇല്ലേ, വെറും 25 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ്. എത്രയ്ക്കും സ്വാദിഷ്ടമായ എത്രയും പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ചിക്കൻ നമ്മളെടുത്തു, കഴുകി വൃത്തിയാക്കിയത്, ശകലം തൈരിട്ട് മാഗ്നേറ്റ് ചെയ്ത് നമ്മൾ വെച്ചേക്കുന്നത്, അതിനോട് ഇത് വെറും ഒരു സിമ്പിളായിട്ടുള്ള ബിരിയാണിയാണ്. ആർക്കും ഉണ്ടാക്കുക എത്രയും പെട്ടെന്ന്, കേട്ടോ. സവോള നമ്മൾ ചോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 2 ടൊമാറ്റോ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ശകലം ചില്ലി, 2-3 പച്ചമുളക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള ശകലം ഗരം മസാല, ശകലം ആൻ്റണി സ്പെഷ്യൽ മസാല, ശകലം ചില്ലി പൗഡർ, ശകലം പൗഡർ. പിന്നെ നമ്മൾ മെയിനായിട്ട് വെച്ചിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പാണ്. ഇതൊന്നും നമ്മൾ ഫ്രൈ ചെയ്യാതെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളെല്ലാം ഡയറക്റ്റ് ചിക്കൻ്റെ കൂടെ നമ്മൾ മാഗ്നേറ്റ് ചെയ്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കേട്ടോ. നമുക്ക് നിങ്ങളെ കൂട്ടുകാരെ നമുക്ക് നോക്കാം, കേട്ടോ. കൂട്ടുകാരെ, ഇതിനു വേണ്ടി നമുക്ക് ശകലം മല്ലി, പുതിന, ചപ്പും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് വെറും ഓയിൽ ഫ്രീ ആയിട്ടുള്ളതാണ്, കേട്ടോ. നമ്മൾ ഒട്ടും ഓയിൽ യൂസ് ചെയ്യുകയാണ് നമ്മൾ ഈ ബിരിയാണിക്ക് വേണ്ട ചിക്കൻ മസാല നമ്മൾ ഉണ്ടാക്കുന്നത്. കൂട്ടുകാരെ, നമ്മൾ ഗ്യാസ് കത്തിച്ച് പരിപാടി തുടങ്ങുകയാണ്. നമ്മളിത് കൂട്ടുകാരെ, നമ്മൾ റൈസ് റെഡിയാക്കാൻ പോവുകയാണ്. നമ്മളതിന് ഉപയോഗിക്കുന്നത് ബർദ്ധമാൻ ജീരകശാല റൈസാണ്, കേട്ടോ. ജീരകശാല റൈസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെ സ്മെല്ലാം അറിയാമോ? നമുക്ക് നോക്കാം. കൂട്ടുകാരെ, നമ്മുടെ ചിക്കൻ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റെഡിയാകും. ഒരു തുള്ളി വെള്ളം പോലും എടുത്തില്ല, ചിക്കനിൽ നിന്ന് മൊത്തം വെള്ളം ഇറങ്ങുന്നുണ്ട്. കൂട്ടുകാരെ, നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന RKG നെയ്യാണ്, കേട്ടോ കൂട്ടുകാരെ. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള പട്ട, പെരുംജീരകം, ഏലയ്ക്ക, ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് ജസ്റ്റ് ഓയിലിട്ടൊന്ന് വരട്ടെ. അതിൻ്റെ കൂടെ നമ്മൾ കിസ്മിസും കൂടെ ഇട്ടിട്ടുണ്ട്, കൂട്ടുകാരെ. കുറച്ച് കിസ്മിസും ഇട്ടിട്ടുണ്ട്. കൂട്ടുകാരെ, നമ്മുടെ ചിക്കൻ കറി കണ്ടോ, ചിക്കൻ്റെ ഗ്രേവി ഉണ്ടോ. നമ്മളൊരു തുള്ളി പോലും വെള്ളം ഒഴിച്ചില്ല, ഇത്രയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, കൂട്ടുകാരെ. അതാണ് ഞാൻ പറഞ്ഞു, ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെയുള്ള ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ നമ്മുടെ ചിക്കൻ റെസിപ്പിയാണ് പറഞ്ഞത്. ഇപ്പോൾ തന്നെ കൂട്ടുകാരെ, നമ്മളിവിടെ ബിരിയാണിക്കുള്ള റൈസ്, നമ്മുടെ ജീരക റൈസിനുള്ള റൈസ് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, നമുക്ക് ഒന്ന് സ്റ്റേ ട്യൂൺ. ഓക്കെ. നമ്മുടെ കഴുകിയെടുത്ത ജീരകശാല ഉണ്ടോ, എന്നാ മണമെന്നറിയോ കൂട്ടുകാരെ. ഒരു രക്ഷയില്ല. നമ്മൾ വെള്ളം തിളയ്ക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് എന്നിടാൻ വേണ്ടി. ഓക്കെ കൂട്ടുകാരെ. കൂട്ടുകാരെ, നമ്മുടെ വെള്ളം തിളച്ചിരിക്കുന്നത്. നമ്മൾ വേണ്ട അരി ഇടാൻ പോവുകയാണ് എനിക്ക്, കേട്ടോ. ഇനിയാണ് പൂരം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക, കൂട്ടുകാരെ. അതിൻ്റെ അകത്ത് നമുക്കൊരു തക്കാളിയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം, കേട്ടോ കൂട്ടുകാരെ. ഓക്കെ. കൂട്ടുകാരെ, നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ ചിക്കൻ കണ്ടോ, നല്ല വെള്ളത്തിൽ കിടന്ന് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അത് നമ്മുടെ റൈസ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. കൂട്ടുകാരെ, നമ്മുടെ വിഭവസമൃദ്ധമായ ചിക്കൻ ബിരിയാണി റെഡിയായിരിക്കുന്നു. നമുക്കിനി സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണിയും എല്ലാം റെഡിയായി. ഞാനിപ്പം കഴിക്കാൻ പോവാണ്, കൂട്ടുകാരെ. ഓക്കെ. നമുക്ക് ശകലം മാങ്ങാച്ചാറും ശകലം യോഗട്ടും തേണ്ട കിടക്കുന്നത് നല്ല അടിപൊളി മോജിറ്റോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.